ദേശീയഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക നാടകോത്സവത്തിന് പ്രൗഢമായ തുടക്കം. ചരിത്രത്തിലാദ്യമായാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഒരേ സമയം 150 തിയേറ്ററുകളിൽ ദേശഭക്തി നാടകങ്ങൾ അരങ്ങേറിയത്. വന്ദേ മാതരം ഇന്ത്യൻ തിയേറ്ററുകളിലൂടെയുള്ള ദേശഭക്തിയുടെ ആത്മാവ് എന്ന പ്രമേയത്തിലാണ് ഈ നാടകോത്സവം നടക്കുന്നത്. ദേശഭക്തിയുടെയും ദേശീയ ഐക്യത്തിന്റെയും സന്ദേശം ജനങ്ങളിലെത്തിക്കുന്ന ഈ സാംസ്കാരിക മേളയിൽ 4000-ഓളം കലാകാരന്മാരാണ് രാജ്യവ്യാപകമായി പങ്കാളികളാകുന്നത്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിലുള്ള സംഗീത നാടക അക്കാദമി ന്യൂഡൽഹി സംഘടിപ്പിക്കുന്ന ദേശീയ നാടകോത്സവം, അതായത് വന്ദേ മാതരത്തിൻ്റെ 150-ാമത്തെ വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ കേരളത്തിൽ നിന്ന് 2 നാടകങ്ങളാണ് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. അതിലൊരു നാടകം ഞാൻ സംവിധാനം ചെയ്യുന്ന ബിയോണ്ട് ദ ലിബറേഷൻ എന്ന് പറയുന്ന നാടകമാണ്. ബിയോണ്ട് ദ ലിബറേഷൻ. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പറ്റിയാണ് അടയാളപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തെയും അതിൽ പോരാടി മരിച്ചു വീണ ആളുകളുടെ രക്തസാക്ഷികളുടെ വിയർപ്പിനെയും ചോരേനെയും ഒക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ പെർഫോമൻസ് രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് ഒരു 15 ദിവസം കൊണ്ടൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു പെർഫോമൻസാണിത്. പപ്പട്രി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ. അതായത് തോൽപ്പാവക്കുത്ത് രാമേന്ദ്ര പുലവരുണ്ട്, പ്രധാനപ്പെട്ട പത്മശ്രീ കരസ്ഥമാക്കിയിട്ടുള്ള കലാകാരനായിട്ടുള്ള അദ്ദേഹമാണ് ഇതിൽ പപ്പട്രി കൈകാര്യം ചെയ്തിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ജനഭേരിയിലെ തന്നെ ഒരു കൂട്ടം കലാകാരന്മാർ ചേർന്ന് ഈ നാടകം അരങ്ങിലെത്തിക്കുകയാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ഡയറക്ടർ അനീഷ് പി രാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നിറഞ്ഞ ജനപങ്കാളിത്തത്തോടെയാണ് നാടകോത്സവത്തിന്റെ അവതരണം പൂർത്തിയായത്.